Hi friends, welcome to today's class. Friends, today we are analyzing the 33rd class in and grade English. 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ 33ാമത്തെ ക്ലാസ് അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ലിസൺ ടു ദ മൗണ്ടിൻ എന്ന് പറയുന്ന പ്ലേയുടെ 4ാമത്തെ ഭാഗം അതിലുള്ളത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കറിയാം അത്. നൗ ഷാൾ വി മൂവ് ഓൺ? നോക്കാം നമുക്ക്. വി ഹാവ് ലേൺ ദ ഫസ്റ്റ് സീൻസ് ഓഫ് ദ പ്ലേ. ആദ്യത്തെ 3 സീനുകൾ നമ്മൾ പഠിച്ചു അല്ലേ, കുറേ സീനുകൾ നമ്മൾ പഠിച്ചു. വാട്ട്സ് ദ നെയിം ഓഫ് ദ പ്ലേ ഒക്കെ മനസ്സിലിങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഹു ഇസ് ദ പ്ലേ റൈറ്റ്? ആരാ എഴുതിയത്, ആരാണ്? ഹൗ മെനി സീൻസ് ആർ ഓവർ നൗ? ഇപ്പോൾ എത്ര സീൻ കഴിഞ്ഞു? വാട്ട് ഇസ് ഇറ്റ് അബൌട്ട്? ഹു ആർ ദ ക്യാരക്ടേഴ്സ്? വേർ ഇസ് ഇറ്റ് സെറ്റ്? ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും, എല്ലാ കാര്യങ്ങളുണ്ടാവും. ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, ആലോചിക്കുക. യു ക്യാൻ സീ വാട്ട് വി ഹാവ് ഡിസ്കസ് സോ ഫാർ. ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഒരുപാട് വട്ടം വായിച്ചൊക്കെ തന്നുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓപ്പണിംഗ് സീനിൽ ഗ്രാൻഡ് മദർ വന്നിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഒരു അപ്പോഴുള്ള ഒരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പ്ലേ നടക്കുന്ന ഒരു വില്ലേജിലാണ്, നമുക്കറിയാം ഗ്രാമത്തിലാണ്. ഗ്രാൻഡ് മദർ ഉണ്ട്, നാരായണനുണ്ട്, സാഗറുണ്ട്. രണ്ടാമത്തെ സീൻ രാമൻ്റെ ടീ ഷോപ്പിലാണ്. അവിടെ നാരായണനും രാമനും സാഗറിനെ അവിടെ നമ്മൾ കാണുന്നത്. സാഗർ എന്താ പറയുന്നത്, അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നാരായണനും രാമണ്ണക്കൊക്കെ വല്ലാതെ ഷോക്ക് ഉണ്ടാവുകയാണ്. കാരണം അവർ ഗ്രാമം വളരെ ചെറുതാണ്, മാത്രമല്ല അവിടെ ആകെ 500 ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു 300 റൂമുള്ള ഒരു ഹോട്ടലിന് അവിടെ ഒന്നും ചെയ്യാനില്ല, അതിനൊരു സ്കോപ്പില്ല അവിടെ. മാത്രമല്ല അവരെ ഗ്രാമം നന്നായിട്ട് നശിപ്പിക്കപ്പെടുമെന്ന് അവർക്ക് അറിയായിരുന്നു. അതുപോലെ അവിടെയുള്ള ആ പർവ്വതമുണ്ട്, ഒരു ചെറിയൊരു കുന്നുണ്ട്, അതിനൊക്കെ അവർ വളരെ പുണ്യമുള്ളതായിട്ടാണ് കാണുന്നത്. സാഗറിൻ്റെ സംസാരം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. അത് നടത്തുന്നില്ലെങ്കിൽ ഉടമസ്ഥന് ദീക്ഷിത്താണ്, കോടീശ്വരനായ ഒരാളാണ്. അദ്ദേഹം ഗവൺമെൻറ് അനുവാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാഗറിൻ്റെ കമ്പനിക്കാണ് അത് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഏതുള്ളത്, പിന്നെ കരാറ് വാങ്ങിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ 3ാമത്തെ സീന് നടക്കുന്നത് രാമൻ്റെ ടീ ഷോപ്പ് തന്നെയാണ്. നാരായണന്, രാമണ്ണ, ശാസ്ത്രി, കണ്ണൻ ഇവരൊക്കെ നമ്മളിവിടെ കാണുന്നത്. അവർ വളരെ പിന്നെ വികാരഭരിതരായിട്ട് എന്തിനെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കണ്ണനില്ലാത്ത എല്ലാവരും അതിനെ എതിർക്കുക ചെയ്യുന്നത്. കണ്ണൻ വിചാരിക്കുന്നത് അങ്ങനെ വന്നാൽ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു, അങ്ങനെ കുറേ പൈസ കിട്ടുമെന്നാണ്. ശാസ്ത്രി ഇപ്പം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ശാസ്ത്രി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ, അതായത് പിന്നെ അച്ഛനോ അമ്മച്ചനോ അങ്ങനെ ആരോ ആണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോകുന്ന സമയത്ത്, അവിടെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 30 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന്. കാരണം അത് എന്ത് ചെയ്യാൻ കഴിയില്ല, മൗണ്ടിന് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആഴത്തിൽ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി, തറടാൻ വേണ്ടി കുഴിക്കുമ്പോൾ അത് അപകടകരമാവും എന്നാണ് അവരെന്ത് ചെയ്യുന്നത്. പിന്നെ ഗ്രാൻഡ് ഫാദർ നമ്മുടെ ശാസ്ത്രിയോട് പറഞ്ഞത്. അവസാനം അവരെല്ലാം ചർച്ച ചെയ്ത് ലാസ്റ്റ് സാഗറിനെ കാണാൻ തീരുമാനിക്കുക ചെയ്യുന്നത്, സാഗറായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നോ ഇനി എന്താ ഉണ്ടാവുക? വാട്ട് ഹാവ് യു സീൻ ദ തേർഡ് സീൻ? 3ാമത്തെ സീനിൽ നമ്മൾ എന്താ കണ്ടത്? വാട്ട് ഡു ദേ ഡിസൈഡ്? എന്താ തീരുമാനിക്കുന്നത്? നിങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. യു നോ ദേ ഡിസൈഡ് ടു മീറ്റ് സാഗർ. അവസാനം സാഗറിനെ കാണാനാണ് തീരുമാനിക്കുന്നത്. വിൽ നാരായൺ ഗോ ഡയറക്ട്ലി ടു മീറ്റ് സാഗർ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നാരായൺ നേരിട്ട് സാഗറിനെ കാണാൻ പോവാണോ ചെയ്യുക? വാട്ട് മേ ബി ദ റെസ്പോൺസ് ഓഫ് സാഗർ? ഹൗ വുഡ് സാഗർ റെസ്പോണ്ട്? എങ്ങനെയായിരിക്കും സാഗർ റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക? വിൽ ഹി ലിസൺ ടു ദം? ഈ പറയുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുമോ? വാട്ട് വിൽ നാരായൺ ഡൂ ദെൻ? എന്താ അങ്ങനെ നാരായണൻ എന്താ ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. ലെറ്റ് us see, we can read the 4th scene of the play. We can learn everything about. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. 4ാമത്തെ സീന് രംഗം നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അവന് കൂടെ വായിക്കണേ. Grandmother hobbles onto stage with Narayan and stands in front of the curtain. Grandmother, tell me what happened. Narayan, the villagers don't want the hotel. We went to Mr. Sagar and explained that not only would our village be ruined, but the mountain itself was in danger. They cannot dig a deep foundation on it. Grandmother, what did Sagar say? Narayan, he was annoyed. Do village pumpkin know more than the engineers and architects from the big cities? He asked.
Pauses, then sadly, they are starting work tomorrow. Grandmother, sadly, where will they go, the rabbits, the deer, and the partridge? Who will listen to their plight? Who will listen to our river, our clean, beautiful, sweet-watered river that will now turn foul with filth? And who will listen to the sorrow of Dharmagiri when it is massacred by roads and burdened with buildings? The noise, the pollution, oh, to the audience, you think I am crazy because I care for these things, because I can hear their voices. Don't believe me if you don't want to. But I know the mountains, the rivers, the trees, and the animals, they all speak just like you and me, if only we listen to them. But the world now is so full of noise. How can anyone hear the softly gurgling stream, or the breeze as it drizzles through the leaves, or the flutter of a bird's wings? Narayan, now Aji, don't get upset. Grandmother, wiping her eyes, I know. What has the hotel got to do with me? She turns to her grandson. You know something. This has more to do with the children of our village than anyone else. Tomorrow's world is their world. Pauses, thinking. You are the school headmaster. You must talk to the children. Find out what they feel about it. Don't put ideas into their heads. Just tell them everything and let them think for themselves. They go off stage through left and re-enter from right. Grandmother, what the children have to say? Narayan, they don't want a hotel on Dharmagiri if it will ruin our countryside. Grandmother, I thought so. Children are wise. It's still not too late. We must take a stand, or else big people with small hearts will swallow this beautiful village of ours. Narayan, Mr. Dishth is arriving tomorrow. They will start laying the foundation. We will stage a peaceful protest and submit a petition. Grandmother, good luck, son, good luck. They move off stage. Right, yes, I think you got some idea. Now, please try to answer these questions. Who are there in this scene? ആരൊക്കെയാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്? ബുക്ക് മുമ്പിലുണ്ടല്ലോ, തുറന്നു വെച്ച് നോക്കിയിട്ട് വന്ന് പറയണേ. വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ടെൽ സാഗർ? എന്താ വില്ലേജേഴ്സ് സാഗറിനോട് പറയുന്നത്? വാട്ട് വാസ് ദെയർ റെസ്പോൺസ്? എന്താണ് അവരുടെ റെസ്പോൺസ്? എന്താണ് വാട്ട് വാസ് ഹിസ് റെസ്പോൺസ്? എന്താണ് സാഗറിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? വാട്ട് വറീസ് ദ ഗ്രാൻഡ് മദർ? ഗ്രാൻഡ് മദറിനെ ബേജാറാക്കുന്ന സംഗതി എന്താണ്? വാട്ട് ഡസ് ദ ഗ്രാൻഡ് മദർ ആസ്ക് നാരായൺ ടു ഡു? ഓക്കെ, എന്താ ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ എൻ്റെ ആശയം ശ്രദ്ധിക്കണം കേട്ടോ. മലയാളം പറയുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാൽ പറയുന്നത്. വാട്ട് ഷീ ഡു സോ? എന്തിനാ അങ്ങനെ പറയുന്നത്? ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വാട്ട്സ് ദെയർ ഫൈനൽ ഡിസിഷൻ? വാട്ട് ഡിഡ് ദേ ഡിസൈഡ് ഫൈനലി? അവസാനം എന്താണ് അവർ തീരുമാനിക്കുന്നത്? എന്താണ് ആ കാര്യം നമുക്കറിയാം. കുറച്ചുകൂടി കാര്യങ്ങൾ. സി, ഗ്രാൻഡ് മദർ ഇസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ലൈഫ് ഓഫ് ദ വില്ലേജസ്. ഡു അഗ്രി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ച് വളരെ ആശങ്കയുള്ളത് ഗ്രാൻഡ് മദറിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ കാരണം? യു ക്യാൻ റീഡ് ദ പാരഗ്രാഫ്സ് അഗെയിൻ സൈലൻ്റ്ലി. ഒന്നും കൂടി ഒന്ന് വളരെ സൈലൻ്റായിട്ട് വായിക്കുക, മനസ്സിട്ട് വായിക്കുക, വാക്കുകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടോ. ഓക്കെ, റൈറ്റ്, റീഡാണ്. Okay, yes, now there are some questions from this part. Two questions are there. First one is, as you know, comment on the expression big people with small hearts. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ബിഗ് പീപ്പിൾ വിത്ത് സ്മാൾ ഹാർട്ട് എന്ന ആ ഒരു പ്രയോഗത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്, കമൻറ്റ് ചെയ്യാനാണ്. ഹൗ ഡസ് ദ ഗ്രാൻഡ് മദർ റിമൈൻഡ് ഹെർ ഗ്രാൻഡ് സൺ അബൌട്ട് ഹിസ് ഡ്യൂട്ടീസ്? ക്ലിയർ ആണല്ലോ, നമുക്ക് അറിയാലോ, അർത്ഥം അറിയാലോ. ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഗ്രാൻഡ് മദർ തൻ്റെ പേരക്കുട്ടിയെ തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന നല്ല കുട്ടികളാണ്, എഴുതണം. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദ സാമ്പിൾ ആൻസേഴ്സ്. ആക്ച്വലി ദ ഗ്രാൻഡ് മദർ റിഡിക്യൂൾസ് ദ യങ്ങർ ജനറേഷൻ ബൈ ദിസ് കമൻറ്റ്. ഇതുകൊണ്ട് പുതിയ ജനറേഷൻ, അതായത് പൈസക്ക് ഗ്രീഡിയായ ആളുകളിട്ട് അവരെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ആളുകളെയാണ് അവരെന്ത് ചെയ്യുന്നത്, ശകാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പരിഹസിക്കുന്നത്. ഷീ കംപ്ലൈൻസ് അബൌട്ട് ദ സെൽഫിഷ് ആൻഡ് മണി മൈൻഡഡ് ആറ്റിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ, സ്വാർത്ഥമായ സാമ്പത്തിക ലാഭം മാത്രം ഉള്ള ഒരു മനോഭാവത്തെയാണ് അതിനെക്കുറിച്ച് പരാതിപ്പെടുക ചെയ്യുന്നത്, അറിയാലോ.
ഗ്രാൻഡ് എങ്ങനെ അത് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ദ ഗ്രാൻഡ് മദർ സേസ് ദ ടുമാറോസ് വേൾഡ് ഈസ് ദ വേൾഡ് ചിൽഡ്രൻസ് and her grandson must talk to the children about the hazards their village will have to put up with. She also asked him to find out what they feel about it and not to put ideas into their heads. The grandmother reminds her grandson about his duties as the school headmaster. Clear ആണോ? പറയണ്ട, അവിടെ സിമ്പിൾ ആണ്, നമുക്ക് അറിയാം. Okay dears, now some more questions are there from in the part. Let us revisit and reflect. Do you village pumpkin know more than the engineers and architects from the big cities? സാഗർ ചോദിച്ചതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട് വായിച്ചപ്പോൾ. വാട്ട്സ് ദ ടോൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? എന്താണ് ഈ ചോദ്യത്തിന് ഒരു ടോൺ, എന്താണ് അതിൻ്റെ ധ്വനി, എന്താണ്? വാട്ട് കുഡ് ബി ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദീസ് വേർഡ്സ്? എന്തിനായിരിക്കും അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, വായിക്കുമ്പോൾ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടോ. നോക്ക്, സാഗർ ട്രൈസ് ടു ബിലിറ്റിൽ ദ വില്ലേജസ്, ഗ്രാമീണരെ ചെറുതാക്കി കാണിക്കാനാണ്. ബൈ റെഫറിങ് ടു ദെയർ ഇഗ്നറൻസ്, അവരെ അജ്ഞതയെ പരാമർശിച്ചുകൊണ്ട്. He intends to silence the people and make them passive, അവരെ നിശബ്ദരാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ പൊതുവിൽ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. നമ്മൾ എതിർക്കുന്ന ആളുകളൊക്കെ പൊട്ടന്മാർ വേറില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളത്. റെഡിയാണല്ലോ. ഗ്രാൻഡ് മദർ ആൻഡ് ദ യങ് വില്ലേജസ് റെപ്രസെൻറ്റ് 2 generations, 2 വിഭാഗത്തെയാണ് റെപ്രസെൻറ്റ്. നമുക്കറിയാം. വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ദർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഇക്കോളജിക്കൽ ഇഷ്യൂസ്? പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് വ്യത്യാസമാണ് അവരുടെ മനോഭാവങ്ങൾ കാണുന്നതെന്നാണ്. അത് കാണിക്കുന്ന എക്സ്പ്രഷനുകൾ എടുത്ത് എഴുതാനാണ്. അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രാൻഡ് മദർ ഇസ് മോർ കൺസേൺഡ് അബൌട്ട് ദ ലൈഫ് ഓഫ് വില്ലേജസ്. നമുക്കറിയാം, ദ സെറീനിറ്റി ഓഫ് ദ വില്ലേജ് ആൻഡ് ഇസ് എക്കോളജിക്കൽ ബാലൻസ്. ദ യങ് ജനറേഷൻ ഹാസ് ആൻ ആറ്റിറ്റ്യൂഡ് വിച്ച് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ഗ്രാൻഡ് മദർ. അതുള്ള വാക്കുകൾ നമ്മൾ വായിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എടുത്തെഴുതാം. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ. നൗ അതായത് യങ്ങർ ജനറേഷൻ തിരിച്ചാ ചിന്തി, അതേ തിങ്ക് അതർവൈസ്. ക്ലിയർ ആണല്ലോ? Now dears, let us discuss a play in detail. നല്ലോണം ശ്രദ്ധിക്കണേ. ആദ്യം വാക്കുകൾ കാണാം. റൂയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, നശിപ്പിക്കുക എന്നാണ്. പംകിൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഇസ് നോട്ട് വെരി ഇൻ്റലിജൻറ്റ്, ബുദ്ധിയില്ലാത്ത ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആർക്കിടെക്റ്റ് നമുക്കറിയാം, ശില്പി എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് മീഡിയം നമുക്കറിയുന്നതാണ്. പാട്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വാല് ചെറിയ ഒരു പക്ഷിയാണ്. തവിട്ട് നിറത്തിലായിരിക്കും പൊതുവിലുണ്ടാവുക. അത് അങ്ങനത്തെ ഒരു പക്ഷിയാണ്. പാട്രിഡ്ജ് ചിത്രം കാണാം നമുക്ക്. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരവസ്ഥ എന്ന അർത്ഥം നമുക്കറിയാം. ഫിൽത്ത് എന്ന് പറഞ്ഞാൽ ചേറ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനാണ് ഫിൽത്ത് എന്ന് പറയാം. വളരെ വൃത്തിയറ്റ മണുള്ള ഒരു അഴുക്കിനാണ് ഫിൽത്ത് എന്ന് പറയാം. ക്രേസി എന്ന് പറഞ്ഞാൽ അഫക്റ്റഡ് വിത്ത് മാഡ്നസ് ഓർ ഇൻസാനിറ്റി, ഭ്രാന്തുള്ള എന്നാണ്. ഗഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് ഇൻ ആൻഡ് ഇറഗുലർ കറൻറ്റ് വിത്ത് എ ബബ്ലിംഗ് സൗണ്ട്. ഗഗിൾ ആ വാക്ക് പറയുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് വരും, ഒരു ബബ്ലിംഗ് നോയ്സോട് കൂടിയിട്ട് ഒഴുകുന്ന, അതിനെയാണ് ഒഴുകുന്ന എന്നാണ് ഗഗ്ലിങ്ങിൻ്റെ അർത്ഥം. ഫ്ലറ്റർ നമുക്കറിയാം, ചിറകിട്ടടിക്കുന്നതിനാണ് ഫ്ലറ്റർ എന്ന് പറയാം. റസിൽ എന്ന് പറഞ്ഞാൽ സൗണ്ട് നമുക്ക് കിട്ടും. റസിൽ എ ലൈറ്റ് നോയ്സ് ലൈക്ക് ദ നോയ്സ് ഓഫ് ലീവ്സ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. കാറ്റിൽ ഇലകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് റസിൽ, മർമര സൗണ്ട്, ശബ്ദം എന്നൊക്കെ നമുക്ക് പറയാം. റെഡി അല്ലേ? ദിസ് ഈസ് പാട്രിഡ്ജ്, അറിയാലോ, ആ പക്ഷിയാണിത്. ക്ലിയർ ഡിയേഴ്സ്? നമുക്ക് ചർച്ച ചെയ്തോ. സിമ്പിളാണ് മക്കൾ, ഏത് കുട്ടിക്കും പെട്ടെന്ന് മനസ്സിലാവും. സീൻ 4 വി ക്യാൻ സീ ഗ്രാൻഡ് മദർ ഹബിൾസ് ഓൺ ടു സ്റ്റേജ് വിത്ത് നാരായൺ. രണ്ടാൾ നാരായണൻ കൂട്ടിയിട്ട് ആര് വരുന്ന നമ്മൾ കാണുന്ന സ്റ്റേജിലേക്ക് ഗ്രാൻഡ് മദർ ഇങ്ങനെ മുടന്തി വരുന്ന, സാധാരണ നടന്നു വരുന്ന നമുക്കറിയാം. ഹബിളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആൻഡ് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കട്ട, കട്ടന് മുമ്പിൽ. ആ കട്ട പൊങ്ങാത്ത ചില സീനുകൾ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ, പെട്ടെന്ന് നമുക്കറിയാലോ. ഗ്രാൻഡ് മദർ എന്താ പറയുന്നത്? ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഗ്രാൻഡ് മദർ ആസ് നാരായൺ ടു ടെൽ ഹെർ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചെന്നുള്ള പറയാൻ വേണ്ടി പറയണം. ആരോട്? നാരായണനോട്. ഇപ്പം നാരായണൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുക. ദ വില്ലേജസ് ഡോണ്ട് വാണ്ട് ദ ഹോട്ടൽ. ആർക്ക് ഇത് ആവശ്യമില്ല? ഗ്രാമീണർക്ക് ഹോട്ടൽ ആവശ്യമില്ല. എനിക്കറിയാത്. വി വെന്റ് ടു മിസ്റ്റർ സാഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് നോട്ട് ഓൺലി വുഡ് അവർ വില്ലേജ് ബി റൂയിൻഡ് ബട്ട് ദ മൗണ്ടൻ ഇറ്റ്സെൽഫ് വാസ് ഇൻ ഡേഞ്ചർ. ദേ ടോൾഡ് സാഗർ നോട്ട് ടു ബിൽഡ് ദ ഹോട്ടൽ ബിക്കോസ് ഓഫ് 2 reasons. എന്താ? 2 കാര്യങ്ങൾ. എന്താ? ഒന്നാമത്തത്, ദർ വില്ലേജ് വിൽ ബി റൂയിൻഡ്, അവരെ ഗ്രാമം നശിപ്പിക്കപ്പെടും. മോറോവർ ദ മൗണ്ടൻ ഇറ്റ് സെൽഫ് വാസ് ഇൻ ഡേഞ്ചർ, ആ പർവ്വതം തന്നെ ഏതിലാണ്? അപകടത്തിലാണ് എന്ന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? സാഗറിൻ്റെ അടുത്ത് പോയിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കിട്ടാത്തൊന്നുമില്ലല്ലോ, എക്സ്പ്ലെയിൻ വിശദീകരിക്കുക എന്നാണ്, വേറെ ഒന്നുമില്ലല്ലോ കിട്ടാത്തത്. ദ കനോട്ട് ഡിഗ് എ ഡീപ് ഫൗണ്ടേഷൻ ഓൺ ഇറ്റ്, അവിടെ വളരെ ആഴത്തിൽ കയറിയിട്ട് ഒരു തറടാനും കഴിയില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് മദർ പറയും, വാട്ട് ഇസ് സാഗർ സേ? എന്താ ഇപ്പോൾ സാഗർ പറഞ്ഞത്?
ഹി വാസ് അനോയ്ഡ്, ഹി വാസ് ഇറിറ്റേറ്റഡ്, ഹി ബിക്കെയിം ആംഗ്രി, ഒരു തലത്തിൽ അസ്വസ്ഥനായി, ചെറിയ ദേഷ്യം ഉണ്ടായി എന്നൊക്കെ എൻ്റെ അർത്ഥം അറിയാലോ. എന്താ അയാൾ ചോദിച്ചത്? ഡു യു വില്ലേജ് പംകിൻ നോ മോർ ദാൻ ദി എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഫ്രം ദി ബിഗ് സിറ്റീസ്? ഇതൊക്കെ സിമ്പിളാണ്. ചോദിച്ചത് നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ അർത്ഥങ്ങളെ മനസ്സ് വന്നിട്ടുണ്ടോ? ഞാനൊന്ന് പറയാം. വലിയ പട്ടണങ്ങളിലുള്ള ശില്പികളും എഞ്ചിനീയർമാരെക്കാട്ടിലൊക്കെ ബുദ്ധി ഈ നാട്ടിൻപുറത്തുള്ള നിങ്ങളെപ്പോലുള്ള വിഡ്ഢികൾക്കുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അറിയാലോ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രോസസ് നിർത്തിയിട്ട് സങ്കടത്തോടുകൂടി പറയാണ്, ദേ ആർ സ്റ്റാർട്ടിങ് വർക്ക് ടുമോറോ, നാളെ ജോലി തുടങ്ങാൻ പോവാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ സങ്കടസാഹസൊക്കെയാണ് നാരായണൻ കാണിക്കുന്നത്. ഓക്കെയാണല്ലോ, റൈറ്റ്. അപ്പോൾ ഗ്രാൻഡ് മദർ മോണലോഗാണെന്ന് പറഞ്ഞത് നല്ലതിൽ പറയാച്ച നല്ലോണം ശ്രദ്ധിക്കുക. സങ്കടത്തോടുകൂടി പറഞ്ഞു, വേർ വിൽ ദേ ഗോ, അവരെങ്ങട്ടാ പറയുക? അവരാരാ? റാബിറ്റ്, നിങ്ങൾക്കറിയാം മുയലുകളാണ്. ഡിയർ മാനാണ്. അതുപോലെ തന്നെ ഡിയർ പ്ലൂറലും സിംഗിളൊക്കെ ഒന്നാട്ടതുകൊണ്ട് ഡിയേഴ്സ് ഒന്നും പറയാത്ത നിങ്ങൾക്കറിയായിരിക്കും. അത് പാട്രിച്ച്, ആ പക്ഷിയാണ്, നമുക്കറിയാലോ. ഇതൊക്കെ എങ്ങോട്ടാ പോവുക? ഹു വിൽ ലിസൺ ടു ദെയർ പ്ലൈറ്റ്, അവരുടെ മിസറബിൾ സിറ്റുവേഷനിലെ കണ്ടീഷൻ ആരാണ് ശ്രദ്ധിക്കുക? അവരുടെ ദുരവസ്ഥ. ഹു വിൽ ലിസൺ ടു അവർ റിവർ, ആരാണ് നമ്മളെപ്പോഴും എൻ്റെ കാര്യം ശ്രദ്ധിക്കുക? ആ ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ സ്വീറ്റ് വാട്ടർ റിവർ, എങ്ങനത്തെ റിവറാണ് ഇപ്പോൾ ഇതിലുള്ള വെള്ളം? എങ്ങനെയാണ്? വളരെ വൃത്തിയുള്ള സുന്ദരമായ, അതുപോലെ തന്നെ വെള്ളം എങ്ങനത്തതാണ്? വളരെ മധുരമുള്ള വെള്ളമാണ് നമ്മുടെ റിവറിലുള്ളത്. ദാറ്റ് വിൽ നൗ ടേൺ ഫൗൾ വിത്ത് ഫിൽത്ത്, അതൊക്കെ അഴുക്കും ചേർന്നറിഞ്ഞ് വൃത്തികേടാകാൻ പോവാണ്. ആൻഡ് ഹു വിൽ ലിസൺ ടു ദ സോർ ഓഫ് ധർമ്മഗിരി, ധർമ്മഗിരിൻ്റെ സങ്കടം ആരാ കാണുക? when it is massacred by roads and burdened with buildings, റോഡുകൾ കാരണം റോഡുകൾ കൊണ്ട് അതൊന്നായിട്ട് എന്ത് ചെയ്യപ്പെടുമ്പോൾ, കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ, അതുപോലെ തന്നെ അതിൽ ഫുള്ള് ബിൽഡിങ്ങുകളാൽ അതിന് ഭാരം കൂട്ടുമ്പോൾ ആരാണ് ഈ അവസ്ഥയൊക്കെ കാണുക, ദുരവസ്ഥ കാണുക? ദ നോയ്സ്, ദ പൊല്യൂഷൻ, ശബ്ദങ്ങൾ, മലിനീകരണം ഒക്കെ എന്താണ്? ടു ദ ഓഡിയൻസ്. പിന്നെ നേരെ ഓഡിയൻസ് നോക്കിയിട്ടാണ് പറയുന്നത്. യു തിങ്ക് ഐ എം ക്രേസി, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഐ എം മാഡ്, എനിക്ക് ഭ്രാന്താൻ ചിന്തിക്കുന്നുണ്ടാവും. ബിക്കോസ് ഐ കെയർ ഫോർ ദീസ് തിങ്സ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത്. ആരാണ് നമ്മൾ? അതവർ പറയുന്നതിനെ കുറിച്ചാണ് വല്യമ്മ പറയുന്നത്. പിന്നെ ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ബാക്കിയുള്ള ചുറ്റുഭാഗത്തുള്ള റിവർ, മൗണ്ടിനെ കുറിച്ചൊക്കെ പറയണത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവർ പറയാം, ബിക്കോസ് ഐ കെയർ ഫോർ ദീസ് തിങ്സ്, ഞാൻ എന്തുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അറിയാം എനിക്ക്? ഐ ക്യാൻ ഹിയർ ദെയർ വോയിസസ്, ഐ ക്യാൻ ഹിയർ ദം സ്പീക്കിംഗ്, അവരുടെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട്. ഡോണ്ട് ബിലീവ് മീ ഇഫ് യു ഡോണ്ട് വാണ്ട് മീ ടു, നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വിശ്വസിക്കണ്ട. ബട്ട് ഐ നോ, എനിക്കറിയാം. ദ മൗണ്ടൻസ്, ദ റിവേഴ്സ്, ദ ട്രീസ് ആൻഡ് ആനിമൽസ്, ദേ ഓൾ സ്പീക്ക്. എവറിത്തിങ് ഇൻ നേച്ചർ സ്പീക്സ്, എല്ലാം സംസാരിക്കുന്നുണ്ട്. മൗണ്ടൻ സംസാരിക്കുന്നുണ്ട്, റിവേഴ്സ് സ്പീക്ക്, ദ ട്രീ സ്പീക്ക് ആൻഡ് ദി ആനിമൽ സ്പീക്ക്, ഒക്കെ സംസാരിക്കുന്നത്. ഓൾ സ്പീക്ക്, എല്ലാം സംസാരിക്കും. ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ, എന്നെ നിങ്ങളെയും പോലെ. ഇഫ് ഓൺലി വി ലിസൺ ടു ദം, അത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് ശ്രദ്ധിക്കണം. ബട്ട് ദ വേൾഡ് നൗ ഇസ് സോ ഫുൾ ഓഫ് നോയ്സ്, ലോകം മുഴുവനും ശബ്ദങ്ങളാണ്. നോയ്സ് ഇറഗുലർ സൗണ്ടാണ് നോയ്സ്, അതറിയാലോ. മനുഷ്യൻ്റെ സൗണ്ടാണ് വോയിസ്. അതേപോലെ തന്നെ റെഗുലർ മ്യൂസിക്കൽ സൗണ്ടാണ് അത്. മ്യൂസിക് അല്ലെങ്കിൽ റിതമിക് സൗണ്ട്, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എല്ലായിടത്തും അപശബ്ദങ്ങളാണ്. ഹൗ ക്യാൻ എനി വൺ ഹിയർ ദ സോഫ്റ്റ്ലി ഗഗ്ലിംഗ് സ്ട്രീം, കളകളം കറഞ്ഞു ഓടുന്ന ഒരു അരുവിയുടെ ആ ഒരു പതുക്കെ ഒഴുകുന്ന ആ ഒരു അരുവിയുടെ സൗണ്ട് ആരാ ശ്രദ്ധിക്കുന്നത്? ഓർ ദ ബ്രീസ് ആസ് ഇറ്റ് ഡ്രിസിൽസ് ത്രൂ ദ ലീവ്സ്, ഇലകളിലൂടെ മർമര ശബ്ദം ഉണ്ടാക്കിയിട്ട് പോകുന്ന കാറ്റിനെ, ഇളം തെന്നലിനെ ആരാണ് ശ്രദ്ധിക്കുന്നത്? ഓർ ദ ഫ്ലറ്റർ ഓഫ് ബേർഡ്സ് വിങ്സ്, പക്ഷികളുടെ ചിറകടി ആരാ ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ വളരെ വികാരം കൊണ്ട് പറയുമ്പോൾ ആരാണ് സമാധിക്കുന്നത്? നോ അജി. അജി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദറിനുള്ള അർത്ഥമാണ്, വല്യമ്മയുള്ള അർത്ഥമാണ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, നിങ്ങൾ സ്തബ്ധയാവരുത് എന്നൊക്കെ അതിൻ്റെ അർത്ഥം ക്ലിയർ ആണല്ലോ. നൗ ആ ഭാഗം ഓക്കെ ആയല്ലോ. നൗ സീരിയസ്. നെക്സ്റ്റ് പാർട്ട്, ലെറ്റ് us see the words. There is only one word is there. Swallow means engulf and destroy എന്നാണ്, വിഴുങ്ങുക എന്നൊക്കെയാണ് swallowൻ്റെ അർത്ഥം. വിഴുങ്ങി നശിപ്പിക്കുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. റെഡിയല്ലേ? നോക്കാം, നമുക്ക് സിമ്പിളാണ്. ഗ്രാൻഡ് മദർ അപ്പോൾ സമാധാനിപ്പിച്ച കണ്ണൊക്കെ വൈപ്പിംഗ് ഹെർ ഐസ്, നമുക്കറിയാം കണ്ണിങ്ങനെ തുടച്ചുകൊണ്ട് പറയാം, കരയായിരിക്കും സങ്കടം കൊണ്ട്. ഐ നോ വാട്ട് ഹാസ് ദ ഓട്ടൽ ഗോട്ട് ടു ഡു വിത്ത് മീ, എനിക്കിതുകൊണ്ട് എന്താ കാര്യം എനിക്കറിയാം. അവർ വയസ്സായ ആൾ, നമുക്കത് വലിയ ഗുണമൊന്നുമില്ല. അതായിരിക്കും ഒരു പറയുണ്ടാവുക. ഷീ ടേൺസ് ടു ഹെർ ഗ്രാൻഡ് സൺ, നേരെ നാരായണ നേരെ തിരിഞ്ഞോണ്ട് പറയാം, പേരക്കുട്ടിയാണ് ഗ്രാൻഡ് സൺ, അറിയാലോ. യു നോ സംതിങ്, ഞങ്ങൾക്കറിയാലോ, എനിക്കറിയാലോ. ദിസ് ഹാസ് മോർ ടു ഡു വിത്ത് ദ ചിൽഡ്രൻ ഓഫ് അവർ വില്ലേജ് ദാൻ എനിവൺ എൽസ്, എല്ലാവരെക്കാളും ഇതിൽ അഭിപ്രായം പറയേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതും ആരാണ്? കുട്ടികളാണ്. ടുമാറോസ് വേൾഡ് ഈസ് ദെയർ വേൾഡ്,
നാളത്തെ ലോകം അവരുടേതാണെന്നൊക്കെ നമുക്കറിയുന്നതാണ്. പോസിറ്റീവ് തിങ്കിങ് നിർത്തിയിട്ട് ആലോചിച്ചുകൊണ്ട് പറയാം, യു ആർ ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ, നീ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. യു മസ്റ്റ് ടോക്ക് ദ ചിൽഡ്രൻ, ആരോട് സംസാരിക്കണം? കുട്ടികളോട് സംസാരിക്കണം. ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്, ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ഹാർട്ട്, എന്താ അവർക്ക് തോന്നുന്നത് പറയും. നിങ്ങൾ കണ്ടെത്തണം, അവർക്ക് ആശയം അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. ജസ്റ്റ് ടെൽ ദം എവറിത്തിങ്, എല്ലാ കാര്യം പറഞ്ഞിട്ട് ലെറ്റ് ദം തിങ്ക് ഫോർ ദംസെൽഫ്, അവരാലോചിച്ച് പറയട്ടെ. നല്ല നിർദ്ദേശമാണ് കൊടുക്കുന്നത്. റെഡിയല്ലേ? ദേ ഗോ ഓഫ് സ്റ്റേജ് ത്രൂ ലെഫ്റ്റ്, ഇടത് ഭാഗത്ത് കൂടെ നമ്മൾ ആദ്യം 9 ഭാഗമൊക്കെ കണ്ടിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും. ഇടത് ഭാഗത്ത് കൂടെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും വലത് ഭാഗത്ത് കയറി വരിക ചെയ്യുന്നത്. അത് അദ്ദേഹം പോയി സംസാരിച്ചെന്നൊക്കെ കാണിക്കാനാണത്. ഗ്രാൻഡ് മദർ പറയാം, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ടു സേ, എന്താ കുട്ടിയൊക്കെ പറയാനുള്ളത്? They don't want a hotel on Dharmagiri if it will ruin our countryside. Children too don't want a hotel on Dharmagiri if it will ruin their countryside. അവരെ കൺട്രി ഗ്രാമം നശിപ്പിക്കുകയാണെങ്കിൽ ധർമ്മഗിരി ഹോട്ടൽ വേണ്ടാന്നാണ് കുട്ടികളുടെ അഭിപ്രായം. റെഡിയല്ലേ? ഗ്രാൻഡ് മദർ ഐ തോട്ട് സോ, എനിക്കറിയാതെ, ഞാനത് വിചാരിച്ചു. കാരണം എന്താ, ചിൽഡ്രൻ ആർ വൈസ്, കുട്ടികൾ ബുദ്ധിയുള്ളവരാണ്. ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ടു ലേറ്റ്, നേരം വൈകിട്ടില്ല. വി മസ്റ്റ് ടേക്ക് എ സ്റ്റാൻഡ്, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഓർ എൽസ് ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹാർട്ട്, നമ്മൾ നേരത്തെ കണ്ടു, വലിയ ആളുകൾ ചെറിയ ഹൃദയമുള്ള എന്ന് പറഞ്ഞാൽ പൈസ അതുപോലെ തന്നെ അത്യാർത്ഥി മാത്രമുള്ള ആളുകൾ, റിച്ച് പീപ്പിൾ, ദേ വിൽ സോളോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് അവേഴ്സ്, നമ്മുടെ ഈ സുന്ദരമായ ഗ്രാമം അവർ വിഴുങ്ങും, നശിപ്പിക്കും. മിസ്റ്റർ ദീക്ഷിത് ഈസ് അറൈവിംഗ് ടുമോറോ, നാളെ ആര് വരുന്നുണ്ട്? ദീക്ഷിത്ത് വരുന്നുണ്ട്. ദേ വിൽ സ്റ്റാർട്ട് ലേയിങ് ദ ഫൗണ്ടേഷൻ, നാളെ തറടാൻ തുടങ്ങും അവർ. We will stage a peaceful protest and submit a petition. നാളെ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് എന്ത് കൊടുക്കും? ഞങ്ങൾ ഒരു പരാതി കൊടുക്കും. ഗ്രാൻഡ് മദർ അപ്പോൾ ആശംസിക്കാൻ, ഗുഡ് ലക്ക് സൺ, ഗുഡ് ലക്ക്, അങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് ദേ മൂവ് ഓഫ് സ്റ്റേജ്, അവർ സ്റ്റേജിൽ നിന്ന് പിന്നോട്ട് പോവാണ്. പിന്നെ അപ്രത്യക്ഷാൻ റെഡിയാണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഡിയസ്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകണം. ഇനി എന്തെന്നുള്ളതൊക്കെ നമുക്ക് അടുത്തതിൽ കാണാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തിൻ്റെ സമ്മറി നോക്ക്. ഇൻ ദ ഫോർത്ത് സീൻ വി സീ നാരായൺ ആൻഡ് ദ ഗ്രാൻഡ് മദർ, രണ്ടാളെ മാത്രമേ കാണൂ, നാരായണനും ഗ്രാൻഡ് മദർ മാത്രമേ സീനിൽ കാണുന്നുള്ളൂ. ഈ ടെൽസ് ഹർ അബൌട്ട് ദെയർ മീറ്റിംഗ് വിത്ത് സാഗറുമായിട്ടുള്ള സംസാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ദ ഗ്രാൻഡ് മദേഴ്സ് വേർഡ്സ് റിവീൽ ഹർ കൺസേൺ അബൌട്ട് ദ ലൈഫ് ഓഫ് ദ വില്ലേജേഴ്സ്, ദ സെറീനിറ്റി ഓഫ് ദ വില്ലേജ് ആൻഡ് ഇക്കോളജിക്കൽ ബാലൻസ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെയാണ് അതിൽ ആ സംസാരത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്, പാരിസ്ഥിതിക സന്തുലനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആ സെറീനിറ്റി, ഒരു ശാന്തതയെക്കുറിച്ചും അതുപോലെ പ്രശാന്തിയെക്കുറിച്ചും അതുപോലെ ആ പിന്നെ വില്ലേജേഴ്സിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഉത്കണ്ഠയാണ് ഗ്രാൻഡ് മദർ വാക്കുകൾ വെളിപ്പെടുത്തുന്നത്. പിന്നെ എന്താ അവർ പറയുന്നത്? ഷീ അഡ്വൈസസ് ഹിം ടു ടോക്ക് ടു ദ ചിൽഡ്രൻ, കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി ഉപദേശിക്കുക ചെയ്യുന്ന നാരായണനെ. ഹി ടെൽസ് ദാറ്റ് ദേ ആർ ടു അഗൈൻസ്റ്റ് ദ ഹോട്ടൽ, അദ്ദേഹം സംസാരിച്ച് എന്താ പറയുന്നത്? അവർ ഹോട്ടലിനെതിരാണെന്നാണ്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു സ്റ്റേജ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആൻഡ് സബ്മിറ്റ് എ പെറ്റീഷൻ. എളുപ്പമാണല്ലോ അത്, ഒരു പിന്നെ സമാധാനപരമായൊരു പ്രതിഷേധം നടത്താനും അതുപോലെ പരാതി കൊടുക്കാനൊക്കെ തീരുമാനിക്കാൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എഴുതിയെടുക്കേണ്ട നമുക്കറിയാലോ. നൗ ഡിയേഴ്സ്, ഒരു അസൈൻമെൻ്റ് ഉണ്ടായിരുന്നു, നല്ലോണം ശ്രദ്ധിക്കണം. അതെന്താണ്? അസൈൻമെൻറ്റ് 4 ആണ്. വളരെ സിമ്പിളാണ്, ഗ്രാമറാണ് കേട്ടോ, നല്ല നോക്കണേ. യു മസ്റ്റ് ടോക്ക് ടു ചിൽഡ്രൻ എന്നവിടെ പറയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. ഗ്രാൻഡ് മദർ പറയുന്ന നിർദ്ദേശങ്ങളത്. ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്, ജസ്റ്റ് ടെൽ ദം എവറിത്തിങ്. ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് നമുക്ക് എന്ത് ചെയ്യാമാണെങ്കിൽ അപേക്ഷയാക്കിയിട്ട് മാറ്റാം. ആദ്യത്തെ നോക്കി, യു മസ്റ്റ് ടോക്ക് ടു ദ ചിൽഡ്രൻ എന്നുള്ള എങ്ങനെ അപേക്ഷയാക്കി നോക്കിട്ടോ. പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ, ദയവായി അവരോട് സംസാരിക്കണം. കുഡ് യു പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ? റെഡിയല്ലേ? സംസാരിക്കൂലേ? കുഡ് യു മൈൻഡ് ടോക്കിംഗ് ടു ദ ചിൽഡ്രൻ? എന്ത് ചെയ്യൂലേ? കുട്ടികളോട് സംസാരിക്കൂലേ എന്നൊക്കെ അർത്ഥമുള്ളൂ. ഒന്ന് സിമ്പിളാണ്, ഞങ്ങൾക്കറിയാം. ഒന്നുകിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പ് പ്ലീസ് വെക്കുക, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് വെക്കുക. അതിലൊന്നും വേറൊന്നുമില്ല, മാറ്റം വരാനില്ല. വുഡ് യു മൈൻഡ് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവിടെ എന്തുണ്ടാവില്ല, ഈ യു മസ്റ്റ് ഒന്നും വേണ്ട, അല്ല വേർബിൻ്റെ ING ഫോമാണ് ശ്രദ്ധിക്കണം. വുഡ് യു മൈൻഡ് ടോക്കിംഗ് എന്നാ പറയാം. ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ എളുപ്പമാണ്. പ്ലീസ് വെച്ചു, ഒന്നുമില്ല പ്ലീസ് വെച്ചു. അതേപോലെ തന്നെ വുഡ് യു മൈൻഡ് വെക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? പിന്നെ ING ചേർക്കണം, വേറെ ഒന്നുമില്ല. എളുപ്പമാണല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു കൺവേർട്ട് അതർ 3 സെൻറ്റൻസസ്. ഇതാ 3 കൂടി ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ മാറ്റി എഴുതണം. നിങ്ങൾ ചെയ്യൂലേ? ഒന്ന് ഞാൻ പറഞ്ഞു നോക്കാം, നോക്കൂട്ടോ, നല്ല നോക്കേ. എന്താ ആദ്യം പറയേണ്ടി വരിക? പ്ലീസ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. അടുത്തെങ്ങനെ വരിക? കുഡ് യു പ്ലീസ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. വുഡ് യു മൈൻഡ് ആകുമ്പോൾ എങ്ങനെ വരിക? വുഡ് യു മൈൻഡ് ഫൈൻഡ് എന്നുള്ള ING ആക്കേണ്ടി വരും. പറയും വുഡ് യു മൈൻഡ് ഫൈൻഡിങ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ ബാക്കിയെല്ലാം കൂടി ചെയ്യാൻ വേണ്ടത് ചെയ്യുമല്ലോ, ഒറ്റയ്ക്ക് ചെയ്യുക. അതിന് ശേഷം യു മസ്റ്റ് സീ ദ സാമ്പിൾ ആൻസേഴ്സ്. നമ്മൾ കണ്ടതിലുള്ളതാണ്, ഇത് നമ്മൾ കണ്ടു. ഇനി അടുത്ത് നോക്കൂ.
ഇങ്ങനെ വരിക. പ്ലീസ് ഡോണ്ട് പുട്ട് ഐഡിയാസ്, പ്ലീസ് ചേർത്ത്. കുഡ് യു പ്ലീസ് നോട്ട് പുട്ട് ഐഡിയാസ്, നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് അതിനെ മുമ്പ് വെച്ചിട്ട് ശ്രദ്ധിക്കണേ. വുഡ് യു മൈൻഡ് നോട്ട് പുട്ടിങ്, വേർബിൻ്റെ മുമ്പാണ് നെഗറ്റീവ് ആകും. അങ്ങനെ ഒക്കെ ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ടെൽ ദം എവറിത്തിങ്, ഇതേമാതിരി നിങ്ങൾക്ക് എഴുതാലോ. അങ്ങനെ വരിക. പ്ലീസ് ടെൽ ദം എവറിത്തിങ്, കുഡ് യു പ്ലീസ് ടെൽ ദം എവറിത്തിങ്, വുഡ് യു മൈൻഡ് ടെല്ലിങ് ദം എവറിത്തിങ്. വളരെ എളുപ്പമാണ്, ചെയ്യാൻ പറ്റുമല്ലോ മക്കളെ. ചെറിയ സാമ്പിൾ ഡിസ്കോഴ്സ് ശ്രദ്ധിക്കണേ. വില്ലേജേഴ്സിനെ കണ്ടതിന് ശേഷം, വില്ലേജേഴ്സ് സാഗറിനെ കണ്ടതിന് ശേഷം നാരായൺ ഗ്രാൻഡ് മദറിൻ്റെ എത്തുക. അവിടെയല്ലേ നമ്മൾ എത്തിയത്? തുടക്കം അങ്ങനെയല്ലോ. എന്തായിരിക്കും ഗ്രാൻഡ്മയും അതുപോലെ തന്നെ നാരായൺ നമ്മളെ സംഭാഷണം എന്നാണ്. നമ്മൾ സംഭാഷണം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ദസ് എ സാമ്പിൾ കോൺവെർസേഷൻ, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഒരു ഇതും കൂടി ഒന്ന് വെറുതെ അത് എഴുതിയിരിക്കൊന്നും വേണ്ട, ജസ്റ്റ് വേറെ സിറ്റുവേഷനാണ്. ഇമാജിൻ ദാറ്റ് നാരായൺ ടോക്സ് ടു ദ ചിൽഡ്രൻ അബൌട്ട് ദ ഹോട്ടൽ, റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ. നാരായൺ കുട്ടികളോട് ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്, സംഭാഷണം എങ്ങനെ ആയിരിക്കും. റെഡി അല്ലേ? Now dears, hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.